ഒരു സ്ത്രീയിൽ നിന്ന് പുറത്തു വരുന്ന ഹൈലിൻ്റെ ഭാഗമായ രക്തം അത് തുടർച്ചയായി 24 മണിക്കൂർ രക്തപ്രവാഹം ഉണ്ടായാൽ മാത്രമാണ് ഹൈലായി പരിഗണിക്കപ്പെടുക. അഥവാ ഒരു വെളുത്ത പഞ്ഞി സ്ത്രീയുടെ ഗുഹ്യസ്ഥാനത്ത് പ്രവേശിപ്പിച്ചാൽ ഏത് സമയത്ത് പ്രവേശിപ്പിച്ചാലും അതിൽ രക്തക്കറ കാണാവുന്ന വിധം തുടർച്ചയായി 24 മണിക്കൂർ രക്തപ്രവാഹം ഉണ്ടാകുമ്പോഴാണ് അത് ഹൈലായി പരിഗണിക്കപ്പെടുക. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഇടവേളകളിൽ, ഇടവിട്ട സമയങ്ങളിൽ, ഇടവിട്ട ദിവസങ്ങളിൽ എങ്ങനെ വന്നാലും മാക്സിമം 15 ദിവസം വരെ, അതായത് ഈ സ്ത്രീക്ക് മൊത്തത്തിൽ രക്തം വന്ന സമയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15 ദിവസം ആയിട്ടുണ്ട് എങ്കിൽ അതുവരെ ഹൈലായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഈ 15 ദിവസത്തിൻ്റെ സമയവും കഴിഞ്ഞാൽ മാത്രമേ ഇസ്തിഹാലത്തായി പരിഗണിക്കപ്പെടുകയുള്ളൂ. ഇതിനിടക്ക് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ 5 or 6 ദിവസം രക്തം വന്നു, എന്നിട്ട് രക്തം മുറിഞ്ഞു, അപ്പോൾ ശുദ്ധിയായി എന്ന് വിചാരിച്ചു, കുളിച്ചു, വീണ്ടും രക്തം വന്നു എങ്കിൽ വീണ്ടും വന്ന രക്തവും അത് ഹൈലായി തന്നെയാണ് പരിഗണിക്കപ്പെടുക. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ശുദ്ധിയുള്ള സമയത്ത് ആ ശുദ്ധിയുള്ള സമയവും അശുദ്ധിയായിട്ടാണ് പരിഗണിക്കപ്പെടുക. അഥവാ ആ സമയത്ത് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരമായി പരിഗണിക്കപ്പെടില്ല എന്ന് മാത്രം. അപ്പോൾ ആ സമയത്തുള്ളതും ഹൈലായിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുക. ഇസ്തിഹാലത്താകണമെങ്കിൽ മാക്സിമം രക്തം വന്ന സമയം 15 ദിവസം ആകണം. എന്നിട്ട് ശുദ്ധിയായതിൻ്റെ ശേഷം പിന്നീട് 15 ദിവസം പൂർത്തിയാകുമ്പോൾ വരുമ്പോഴാണ് അത് ഇസ്തിഹാലത്തായിട്ട് പരിഗണിക്കപ്പെടുക.